അതാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ശക്തി. ഇനി ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കണം. ഒത്തിരി പേരുടെ ദുഃഖം ആരോ മന്ത്രവാദം ചെയ്തു, ആരോ കൂടോത്രം ചെയ്തു എന്നൊക്കെ ഒത്തിരി പേരുടെ ദുഃഖമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തകർന്നെന്ന്. എന്നാൽ ശ്രദ്ധിച്ചോ, ഒരു മന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തന്റെ മന്ത്രവാദം കൊണ്ട് ഒരു മനുഷ്യന്റെ ബുദ്ധിയെ കെടുത്താൻ പറ്റും. കൂടോത്രം, ക്ഷുദ്രപ്രയോഗം അല്ലെങ്കിൽ ചില ക്രിയകൾ ചെയ്ത് ഒരാളുടെ സാമ്പത്തിക മേഖലയെ മുടക്കാൻ പറ്റും. ചില ബിസിനസിനെ ഉടക്കാൻ പറ്റും. ഹല്ലേലൂയ. ചില ആളുകൾ ബിസിനസ് നടത്തുമ്പോൾ തൊട്ടടുത്ത കടയിലേക്ക് ആളുകൾ കൂടുതൽ വരാൻ ഒരു പ്രത്യേകതരം ഒരു മന്ത്രവാദം ചെയ്താൽ ആ കടയിലേക്ക് പിന്നെ അധികം ആളുകൾ പോവില്ല. മന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദിക്ക് ഇങ്ങനെയുള്ള ചില കഴിവുകളുണ്ട്. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിനെ പഠിക്കാൻ ഒരു ഉഷാറില്ലാതാക്കാം. പഠിക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. ചില തെറ്റായ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ചില കുട്ടികളെ ആ പ്രേമബന്ധത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കാൻ കുടുക്കിയിടാം. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ഇതൊരു മന്ത്രവാദിക്ക് മന്ത്രവാദം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളുടെ പ്രത്യേകത, ദൈവത്തിൽ എന്നും ഹാജർ വയ്ക്കുന്ന ഒരാളുടെ പ്രത്യേകത, എനിക്ക് നോർമലായി എന്റെ ജനനത്തിലൂടെ എനിക്കൊരു കഴിവ് കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു ബുദ്ധിയുണ്ട്, എനിക്കൊരു കഴിവുണ്ട്, എനിക്ക് ശക്തിയുണ്ട്. ഞാൻ വിചാരിക്കുന്നു എന്റെ ഈ കഴിവ് മതി എനിക്ക് വിജയിക്കാൻ. പക്ഷെ അതിനോടൊരു പ്ലസ് വേണം. എന്റെ ബുദ്ധിയോട് ദൈവത്തിന്റെ ബുദ്ധി കൂടി വരുമ്പോ എനിക്ക് വേറൊരു കഴിവ് കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ ശക്തിയോട് ഞാൻ ദിവസവും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഹാജർ വെക്കുമ്പോ ദൈവത്തിന്റെ ഒരു ശക്തി എനിക്ക് കിട്ടുന്നുണ്ട്. അതാ ഒരാളുടെ വിജയരഹസ്യം. ഹല്ലേലൂയ. എന്റെ ബുദ്ധിയെ ഒരു മന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്റെ ബുദ്ധിയെ സ്വാധീനിക്കാം, എന്റെ കഴിവിനെ സ്വാധീനിക്കാം, എന്റെ ബിസിനസിനെ തകർക്കാം, എന്റെ എന്റെ വീടിനെ എന്തെങ്കിലും തരത്തിൽ ചെയ്യാം. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി കൂടിയുള്ള ഒരു കുടുംബത്തെ, ദൈവത്തിന്റെ കൃപയുള്ള ഒരു ബുദ്ധിയെ, ദൈവത്തിന്റെ അഭിഷേകമുള്ള ഒരു ശരീരത്തെ, ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിയെ മന്ത്രവാദിയുടെ മന്ത്രവാദം കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. എന്റെ നോർമൽ ബുദ്ധിയെ സ്വാധീനിക്കാം, പക്ഷെ എന്റെ നോർമൽ ബുദ്ധിയോട് ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ശക്തി കൂടി ഉണ്ടെങ്കിൽ ആ ശക്തിയെ ഒരു മന്ത്രവാദിക്കും, ഒരു ക്ഷുദ്രപ്രയോഗ ക്രിയ ചെയ്യുന്നവനും, ഒരു ആഭിചാരം ചെയ്യുന്നവനും, ഒരു കൂടോത്രക്കാരനും സ്വാധീനിക്കാനോ തൊടാനോ കഴിയില്ല. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളുടെ കഴിവ് മാത്രം പോരാ. നമ്മുടെ കഴിവ് കൊണ്ട് എല്ലാം നടക്കുന്നില്ല, നമ്മുടെ ബുദ്ധി കൊണ്ടെല്ലാം നടക്കുന്നില്ല. നമ്മൾ ഇത്രയും നാൾ തലകുത്തി നടന്ന് പറമ്പിൽ പണിയെടുത്തിട്ട് എത്ര പൈസ മിച്ചമുണ്ട്? എന്തേറെ പൈസ നമ്മൾ ബാങ്ക് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അവസാനം കടവും കണ്ണുനീരും അല്ലേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? നമുക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? നമ്മൾ വെയിൽ കൊണ്ട് പണിയെടുക്കാത്തോണ്ടാണോ? ഞാൻ പൈസ കൊണ്ട് അപ്പുറത്തൊരു കുഴി കൊണ്ടുപോയി തള്ളുന്നതുകൊണ്ടാണ്? ഒന്നുമല്ല. വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ആൾക്ക് പൈസ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ഹാജർ വയ്ക്കുമ്പോൾ, ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്നും ആക്റ്റീവായി നിൽക്കുമ്പോൾ എന്റെ കഴിവ്, എന്റെ ബുദ്ധി, ദൈവത്തിന്റെ ശക്തി വന്ന് ചേർന്ന് ഞാൻ ചെയ്യുന്നതിനെ ദൈവം ഏറ്റെടുത്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഈശോ പറഞ്ഞത്. ഈശോ എല്ലാ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ഒക്കെ പറഞ്ഞു വിട്ടിട്ട് ഈശോ ഒരു സ്ഥലത്ത് പോയി കുറെ നേരം പ്രാർത്ഥിച്ചു. ഈശോ എന്തിനാ പ്രാർത്ഥിച്ചത്? ഈശോയ്ക്ക് കടലിലും മുകളിൽ കൂടെ നടക്കാനുള്ള ശക്തി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചത്? ഈശോ പോലും പ്രാർത്ഥിച്ചു. അപ്പോൾ സാധാരണ മനുഷ്യരായ നമ്മൾ പോലും എന്തേറെ പ്രാർത്ഥനയുള്ള ഒരാളായിരിക്കണമെന്നാണ് ദൈവവചനം പ്രിയപ്പെട്ടവരായ നമ്മളെ പഠിപ്പിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 27ാമത്തെ വാക്യം, 28ാമത്തെ വാക്യം. അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ജലത്തിന്റെ മുകളിൽ കൂടെ വരാൻ എന്നോട് കൽപ്പിക്കണം. ഹല്ലേലൂയ. പത്രോസ്ലീഹ, എല്ലാവരും ശ്രദ്ധിച്ചേ. പത്രോസ്ലീഹ നമ്മൾ ഈ കാർപ്പറ്റ് ഇട്ടിരിക്കുന്ന ഇതിലെ കൂടെ നടന്നു പോയ പോലെ തന്നെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു. ഇതുപോലെ നടന്നു, താന്നു പോയില്ല. കാലിന്റെ പാദം പോലും താഴ്ന്നു പോയില്ല. ആ സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഈശോയുടെ മുഖത്തു നിന്നുള്ള നോട്ടം മാറിയപ്പം അതേ വെള്ളത്തിൽ, അതേ സാഹചര്യത്തിൽ, ഈ കാർപ്പറ്റിന്റെ മുകളിൽ കൂടെ, ഈ സിമന്റ് തറയിൽ കൂടെ നമ്മൾ നടന്ന പോലെ നടന്ന പത്രോസ്ലീഹ പെട്ടെന്ന് താന്നുപോയി.
അപ്പൊ അവിടെ വെള്ളത്തിന്റെ ഷേപ്പ് ഒന്നും മാറിയിട്ടില്ല. അപ്പുറത്ത് ചവിട്ടി അതേപോലത്തെ വെള്ളത്തിൽ തന്നെ എവിടെയും ചവിട്ടിയത്. എന്തുകൊണ്ട് അവിടെ താന്നു ഇവിടെ താന്നില്ല? ശ്രദ്ധിച്ചേ, നമ്മളും ചില സ്ഥലങ്ങളിൽ താണുപോയിട്ടുണ്ട്. എപ്പോഴാ നമ്മൾ താണുപോയത്? എപ്പോഴാ നമ്മൾ പരാജയപ്പെട്ടത്? നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയപ്പോഴാ നമ്മൾ തോറ്റത്. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയപ്പോഴാ നമ്മൾ താണുപോയത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പത്രോസ് ശ്ലീഹ എവിടെയാ താന്നുപോയത്? വെള്ളത്തിൽ താണുപോയി. ആരാ കൈക്ക് പിടിച്ച് താന്നുപോയ സ്ഥലത്ത് നിന്ന് പിടിച്ചുയർത്തിയത്? ശിഷ്യന്മാരാണോ ഈശോയാണോ? ഇത് നിങ്ങൾ ഇന്ന് ഏകദിന ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന ഓർത്തു. നമ്മൾ എവിടെയെങ്കിലും താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മളെ പിടിച്ചു കയറ്റുന്നത് മനുഷ്യന്റെ കരം ആയിരിക്കില്ല, ദൈവകരമായിരിക്കും. പത്രോസ് ശ്ലീഹ താഴ്ന്നുപോയ സ്ഥലത്ത് പിടിച്ചു കയറ്റാൻ നീട്ടിയ കരം ദൈവത്തിന്റെയാണ്. നിങ്ങൾ എവിടെയെങ്കിലും താന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുത്. നിങ്ങൾ എവിടെയെങ്കിലും കടബാധ്യതയിലോ രോഗത്തിലോ സങ്കടത്തിലോ കുടുംബസമാധാനം ഇല്ലാത്തതോ ബന്ധങ്ങൾ തകർന്നു പോയതിന്റെ പേരിലോ എവിടെയെങ്കിലും ഒന്ന് താഴ്ന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവമേ എന്നൊരു വിളി, ദൈവത്തിന്റെ കരം അവിടെ എത്തിച്ചേരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാ ദൈവത്തിന്റെ കരം എന്നറിയോ? താഴ്ന്നു പോകാൻ. ആ ബൈബിളിലെ വാക്യം വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ വചനം വളരെ പ്രത്യേക രീതിയിൽ എഴുതിയിരിക്കുന്നത്. അവൻ വെള്ളത്തിൽ താഴ്ന്നു പോകാൻ തുടങ്ങിയപ്പോൾ എന്നാണ്. അതായത് ഏറ്റവും തുടക്കത്തിൽ തന്നെ ഒന്ന് താഴ്ന്നു പോകാൻ തുടങ്ങിയപ്പോൾ, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പത്രോസ് ശ്ലീഹ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു വിളിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നത് ഒരു കരമായിട്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം അന്നേരെ അവിടെ എത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പിടിച്ചുയർത്താൻ ഒരു കരം സ്വർഗത്തിലെ ദൈവം നമുക്ക് മുമ്പിലേക്ക് നീട്ടിത്തരും. അതാ നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി പത്രോസ് ശ്ലീഹ എങ്ങനെയാ താന്നുപോയേ? ഈ പത്രോസ് ശ്ലീഹ ജനിച്ച നാൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതൽ വെള്ളത്തിൽ കൂടെ നീന്തി നടന്ന മുക്കുവനാണ്. ഈ ദേഹം എന്തിനാ താഴ്ന്നു പോയത്? കുറച്ചു നേരം കയ്യും കാലോട്ട് അടിക്കാൻ പാടില്ലായിരുന്നോ? നീന്തി രക്ഷപ്പെടാൻ പാടില്ലായിരുന്നോ? കാരണം പത്രോസ് ശ്ലീഹ ഇറങ്ങി വന്ന വള്ളവും ഈശോയും തമ്മിൽ ഒരു നിശ്ചിത ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. പത്രോസ് ശ്ലീഹായ്ക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് നീന്തി ഈ വള്ളത്തെ കേറായിരുന്നു. എന്തുകൊണ്ട് പത്രോസ് ശ്ലീഹ നീന്തൽ അറിയാത്തൊരാളെ പോലെ മുങ്ങിത്താണു? ഹല്ലേലൂയ. അതാണ് ഒരാളുടെ ദൈവാശ്രയത്വം. നമുക്ക് കഴിവൊക്കെ ഉണ്ട്. പത്രോസ് ശ്ലീഹായ്ക്ക് നീന്താനുള്ള കഴിവുണ്ട്. പത്രോസ് ശ്ലീഹ അവിടം വരെ എത്താൻ പ്രത്യേകിച്ച് ദൈവത്തിന്റെ ശക്തിയൊന്നും വേണം. നീന്തി അവിടെ എത്തിയ വള്ളത്തെ പിടിച്ച് ഒരു കുഴപ്പമില്ല, ഒരു കവള് വെള്ളം പോലും കുടിക്കാതെ രക്ഷപ്പെടാനുള്ള എല്ലാ കഴിവുണ്ട്. പിന്നെന്തിനാ താന്നത്? അതായത് പ്രിയപ്പെട്ടവരെ, പത്രോസ് ശ്ലീഹായിൽ നിന്ന് നമുക്കൂടെ ഇരിക്കുന്ന ഒരു കഴിവും PGയും ഡിഗ്രിയും എഡ്യൂക്കേഷനും വീടും പറമ്പും കൃഷിയും എല്ലാം ഉള്ളവരാ. പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോ ആ വ്യക്തിയുടെ കരത്തെ ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച് നിങ്ങൾ കാണണം, ഇത് ധ്യാനപൂർവ്വം കാണേണ്ടതാ. പത്രോസ് ശ്ലീഹ വെള്ളത്തിൽ താണുപോയി, അവിടെ തന്നെ പിടിച്ചു നിർത്തി. എങ്ങനെയാ നിർത്തിയത്? ഇനി പത്രോസ് ശ്ലീഹായെ ഈശോ എടുത്തോണ്ടാണോ വള്ളത്തിൽ കയറ്റിയത്, അതോ നടത്തിക്കൊണ്ടാണോ? നമ്മളാണെങ്കിൽ എടുത്തോണ്ടായിരിക്കും ആ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുക. പത്രോസ് ശ്ലീഹായെ ഈശോ എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാ? താഴ്ന്നുപോയ വെള്ളത്തിലൂടെ തന്നെ നടത്തി. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ എവിടെ താണു പോയാലും ദൈവം നമ്മളെ എടുത്ത് ഇന്ന സ്ഥലത്ത് എത്തിച്ച് സേഫ് ആക്കും എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മൾ താഴ്ന്നു പോയ വെള്ളത്തിലൂടെ തന്നെ ദൈവം നടത്തും. ബൈബിൾ വായിച്ചോ, അന്നേരവും കാറ്റ് ശമിച്ചിട്ടില്ല, അന്നേരവും കടലിന്റെ അവസ്ഥ മാറിയിട്ടില്ല. കടലിന്റെ തിരമാല ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും തിരമാലയുടെ പ്രത്യേകത അതിങ്ങനെ ഉരുണ്ടുരുണ്ട് ഇങ്ങനെ മറിഞ്ഞു വരും. പത്രോസ് ശ്ലീഹായെ ഈശോ നടത്തിയത് ആ ഉരുണ്ടുരുണ്ട ആ വന്നോണ്ടിരുന്ന ആ തിരമാലയുടെ മുകളിൽ കൂടെ ഈശോ കൈക്ക് പിടിച്ച് നടത്തി. ചില പ്രശ്നങ്ങളൊന്നും നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ മാറത്തില്ല കേട്ടോ. ചില പ്രതികൂലങ്ങളൊന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ മഴക്കാറ് പോകുന്ന പോലെ മാറി വെയിൽ വരത്തില്ല. ചില പ്രശ്നങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഓർത്തോ, ദൈവം നമ്മളെ താഴ്ന്നു പോകാതെ അതേ പ്രതിസന്ധി കൂടെ അതേ കഷ്ടപ്പാടിലൂടെ ദൈവം കൈക്ക് പിടിച്ച് നടത്തും. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇതാണ് ദൈവത്തിന്റെ ശക്തി. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രശ്നം മാറണമെന്നായിരിക്കും, പക്ഷെ ദൈവം പ്രശ്നം മാറ്റിയായിരിക്കത്തില്ല ദൈവം ഇടപെടുന്നത്. ആ പ്രശ്നത്തിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ചില പ്രതിസന്ധികളിൽ പ്രശ്നങ്ങൾ മാറ്റാതെ തന്നെ ആ പ്രശ്നത്തിലൂടെ, ആ രോഗത്തിലൂടെ, ആ കടബാധ്യതയിലൂടെ ദൈവം കുറച്ചു നാളൊന്ന് കൈപിടിച്ച് നടത്തും. എന്തിനെന്നറിയോ? ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ദൈവം ഈ പ്രതിസന്ധിയിൽ എന്റെ കയ്യെ പിടിച്ചിട്ടുണ്ടായിരുന്നെന്ന് 10 ദിവസം കഴിയുമ്പോ എനിക്കൊരു സാക്ഷ്യമുണ്ടാകാൻ. അല്ലെങ്കിൽ നമ്മൾ പറയും എന്റെ ബുദ്ധി കൊണ്ടാ ഞാൻ എത്തിയെന്ന് പറയും. അത് പറയാതിരിക്കാൻ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.